ഗൈസ്, നമ്മളിന്ന് അൽ കവനേജ് റൈഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റൈറ്റ് സൈഡ് കാണുന്ന ട്രാക്ക് റണ്ണിങ്ങിനും ജോഗിങ്ങിനൊക്കെ ഉള്ളതാണ്. നമ്മൾ ഓടിക്കുന്നത് സൈക്ലിംഗ് ട്രാക്കുമാണ്. ഞാൻ ഓടിക്കുന്ന ബൈക്ക് ജയൻറ്റ് ഡിഫൈ കാർബൺ ബൈക്കാണ്. അതുപോലെ ഗ്രാവൽ ബൈക്കാണ്, ഒരു ഓൾ റോഡ് ബൈക്കാണ്. നമ്മളെ കൂടെ ഒന്ന് ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. അപ്പോൾ വളരെ പതുക്കെയുള്ള റൈഡായിരിക്കും. പിന്നെ സ്പ്രിൻ്റ് ചെയ്യുന്ന പരിപാടിയില്ല. പിന്നെ അത് അധികം ഭയങ്കര റഷുള്ള ഏരിയ അല്ല. ഇത് അൽഖുദ്റ നാദിൽ ഷിബാഗ് വെച്ച് നോക്കുമ്പോൾ ചെറിയ ട്രാക്കാണ് കേട്ടോ, പക്ഷേ നല്ല നൈസ് ട്രാക്കാണ്. ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ ഉള്ള, ഒരുപാട് കമ്മ്യൂണിറ്റികളൊക്കെ ഉള്ള റൈഡാണ്. ഓ, നാദിൽ ഷിബാഗ് പോയപ്പോൾ ഫുൾ ഭയങ്കര റഷായിരുന്നു കേട്ടോ. It's better we go behind them. Come on, Naufal, you are our leader now. What? Lead us. पहले आप लोग के पीछे चलेंगे, फिर आप लोग धक्का दे सकते हैं. I think you're riding in the harder gear. If you shift some more this side, it will be more smoother. Yeah. Yeah. In harder gear, our muscle will be like yeah. Recording. എങ്ങനെയുണ്ട് ഗൈസ് റൂട്ട്? നല്ല രസമുള്ള റൂട്ട് ഇട്ടാ. ഈ അൽഖുദ്റ നാദിൽ ഷിബാഗ് റൈഡ് ചെയ്യുന്നതിനും രസം ഇങ്ങനത്തെ ട്രാക്കിൽ റൈഡ് ചെയ്യാനാണ്. നല്ല വ്യൂ സൈറ്റ്, അങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. അൽഖുദ്റ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഡെസേർട്ട് മാത്രം, വേറെ ഒന്നുമില്ല. കുറേ റൈഡ് ചെയ്യുമ്പോൾ ബോറടിക്കും. പിന്നെ കുറേ കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ പറ്റും അൽഖുദ്റ റൈഡ് ചെയ്യുമ്പോൾ. ഇത് ചെറിയ ട്രാക്കാണ്,
എന്നാലും ഫണ്ണാണ്. Wow, guys. Nice സ്ഥലം അല്ലേ? ഞാനിപ്പോൾ ഒരു നാല് വർഷമാവുന്നത് ദുബായിൽ വന്നിട്ട്. ഇതുവരെ നാട്ടിൽ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ട്രാക്കിലൊക്കെ റൈഡ് ചെയ്തിട്ട് പിന്നെ നമ്മളെ നാട്ടിലെ ഫ്രണ്ട്സൊക്കെ റൈഡ് ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ എനിക്ക് പേടിയാവും. ഈ KSRTC ബസ്സൊക്കെ അടുത്തുകൂടെ പോകുന്നത്. അപ്പോൾ പണ്ട് ഞാൻ നാട്ടിലെ റോഡുകളിൽ റൈഡ് ചെയ്തൊക്കെ നല്ല ഓർമ്മയുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഓരോ ബസ്സിൻ്റെയും ലോറിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇടിച്ച് കയറ്റിയൊക്കെ റൈഡ് ചെയ്ത് ഓർമ്മയുണ്ട് ഇപ്പോഴും. പക്ഷെ അങ്ങനെ ഇനിയിപ്പോൾ റൈഡ് ചെയ്യാൻ പറ്റുമെന്നില്ല ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ. കാരണം കണ്ടിട്ട് തന്നെ പേടിയാവുക. ഇതിപ്പോൾ നമ്മളിവിടെ സൈക്കിൾ ട്രാക്കിൽ മാത്രം ഓടിക്കുമ്പോൾ വേറെ വാഹനങ്ങളൊന്നും നമ്മളെ ആക്രമിക്കാനൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസം റൈഡ് ചെയ്യുമ്പം ഫീൽ ചെയ്യുന്നുണ്ട്. Yeah. അങ്ങനെ നമ്മൾ റൈഡ് ചെയ്ത് ഒരു ഭ്രാന്തമായ പ്രദേശത്ത് ബാംഗ്ലൂരൊക്കെ പോയ മാതിരി. ബാംഗ്ലൂരാണ് ഇതേമാതിരി ഇങ്ങനെ ഇറക്കവും കയറ്റവും കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളും ഇതേപോലത്തെ ബിൽഡിങ്ങുകൾ. ഒട്ടകോ ഹാ halfway mark now. Halfway? It's not really nice. Go like this is good. Halfway. 12 more kilometers to go. वापस कैसे जाएंगे? ഇത് ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയ ആണ് കേട്ടോ. എല്ലാ ഭാഗത്തും പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്.
ഒരു ആനവണ്ടി അത് വരുന്ന. ആനവണ്ടിയല്ല, ദിനോസർ ആന. അപ്പോൾ ഞാൻ നാട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ റോഡിൽ റൈഡ് ചെയ്യുന്നത് സാഹസികമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന തന്നെ സാഹസികമാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ആക്സിഡൻ്റ് ആയില്ല കേട്ടോ. ഞാൻ മോട്ടോർ ബൈക്കിൽ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, കാർ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, സൈക്കിളിൽ ഇതുവരെ ആക്സിഡൻ്റ് ആയില്ല. പക്ഷേ ഞാൻ ദുബായിൽ ആക്സിഡൻ്റ് ആയിരുന്നു. സ്കേറ്റ് ബോർഡിനാണ് പോകുന്നത്. സ്കേറ്റ് ബോർഡിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് പുറകിൽ നിന്ന് വന്ന് ഇടിച്ച്, അതും രാത്രി. എൻ്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്, നമ്മൾ എത്ര സേഫ് ആയിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിലും അത് സ്കേറ്റ് ബോർഡിൽ നല്ല സ്പീഡിലായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ ഓടിക്കുന്ന പോലെ, നാട്ടിൽ സൈക്കിളൊക്കെ ഓടിക്കുന്ന പോലെ ഇടിച്ച് കയറ്റി ഓടിച്ചതാണ്. അപ്പോൾ കാറുകാരൻ എന്നെ കണ്ടിട്ടുണ്ടാവില്ല, പാവം. നൈസ് വ്യൂ കേട്ടോ, ഫ്രണ്ടിലുണ്ട. ഭയങ്കര കയറ്റം ഉറക്കമായിട്ടുള്ള സ്ഥലം കേട്ടോ. ദുബായിൽ ആദ്യമായിട്ട് ആണ് ഇങ്ങനെ റൈഡ് ചെയ്യുന്നത്. ഏരിയയിൽ ഇങ്ങനെ കുറേ ക്ലൈമ്പുള്ളത്, ഇറക്കവും കയറ്റവും. നാട്ടിൽ റൈഡ് ചെയ്യുന്നൊരു ഫീല്. ദുബായിൽ എവിടെ റൈഡ് ചെയ്യുകയാണെങ്കിലും ക്ലൈമ്പ് തീരെ കുറവായിരിക്കും. ഇവിടെ നല്ല ക്ലൈമ്പ് ഉണ്ട്. പുറകിൽ കുറേ പുറകിലായിപ്പോയി ടീം. ഞാനും ആദവുമാണ് ഫ്രണ്ടിൽ. സത്യം പറയാലോ, ഞാൻ നാദിൽ ഷീബ റൈഡ് ചെയ്തപ്പോഴും അൽഖുദർ റൈഡ് ചെയ്തപ്പോഴും അങ്ങനെ എൻജോയ് ചെയ്തില്ല. ഈ റൂട്ടിൽ കൂടുതൽ വരാൻ വേണ്ടി പറയണം അവനോട്. നല്ല രസമുള്ള റൂട്ട് കിട്ടാ, തിരക്കുമില്ല, കാലി റോഡ്. വലിയ ആവറേജ് സ്പീഡൊന്നും കിട്ടില്ല, അത് വേറെ കാര്യം. അല്ലെങ്കിൽ നല്ല ടീമായിട്ട് റൈഡ് ചെയ്യണം. കൂടെ കുറേ ബിഗിനേഴ്സ് ഉള്ളതും കൊണ്ട് നമ്മളെ പരമാവധി ഔട്ട്പുട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ കയറ്റം കയറി നമുക്ക് ഇറക്കം വന്നു ഗൈസ്. നല്ല നൈസ് ഇറക്കം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, മുഹബത്തായി സത്യം. ഇവിടെ ഞാൻ ഇടക്കിടക്ക് വന്നിന് റൈഡ് ചെയ്യും മക്കളെ. ബൂം ബൂം ബൂം. എൻ്റെ വാച്ച് ചാർജ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ മാക്സിമം സ്പീഡിലായിരിക്കും അവിടെ പോയിക്കൊണ്ടിരിക്കണേ. Love this route. ഫുള്ള് വില്ലകളാണ് കേട്ടോ ഈ ഏരിയയിൽ.
നമ്മൾ ഓടിക്കുന്നത് ഹൈവേയിലാണ് കേട്ടോ. നല്ല കായ് ഹൈവേ. നല്ല സ്പീഡിലാണ് കേട്ടോ. ക്യാമറ അടിയാ. Speed limit. Watch out, camera. Straight? Glad we diversify in the rides every day. Yeah. Jog and ride. So it's getting more interesting every day. Yeah. That's the way to be consistent. Yeah. A lot of times we jump straight into, doing like, for example, put a 50k loop every week. Yeah, it's boring. It's not that it's boring, it's good. Some people will like it. But you have to get to that level first. We're all beginners right now. Yeah. We haven't ridden consistently in such a long time. Yeah. For us to get back into rhythm. So the Yeah. real thing is, what reality should be, as cyclists, we should be riding almost every day. Yeah. So right now, because we're doing once a week, we Yeah. can't do the same thing. Yeah. To keep it every day. Once you reach that level where you're riding every single day, Yeah. then you can do 50k loop every day. You see some guys on Strava, they do 50k loop every day. Yeah, and enjoy it. 50k every day is really good. Yeah. It's just like, for them, it's just like Yes. daily maintenance. Yeah, it's just a average daily maintenance. Yeah, maintenance. But you have to get to that level. Yeah. That's why I'm trying to diversify. And even there's rides I want to do which I'm pushing it back because I don't think the guys are ready. For example, mountain biking. I want to go to Shauka, I want to go to Hatta. But I don't think the guys will commit. We need a good team who will come consistent. Exactly. And I'm also waiting for we have a driver who's going to be joining right now. He's still getting his license. He has a few tests too. Okay. He's a Patan, young guy. Oh, okay. The plan is once he joins, he'll be like our recovery vehicle, support vehicle. Yeah. That will be really useful. We can go out. A lot of these guys, companies like iRide and stuff, Yeah. they don't even go on the tracks. They go on the roads, Yeah. but they have the support vehicle next to them. Yeah. That's what we can do. We can go, for example, the Patan tunnels. Yeah, Kurfukan. It's one of the best rides, Yes. but you can only do that if you have a support vehicle. Yeah. So that's what I'm waiting for, to make that ride more and more advanced. You should try some hill climb as well. That's Jabal Jais. Jabal Jais, yeah. Yes, Assalamualaikum. Sida.
हाँ सीधा जी जी। अभी आप सीधा जाएंगे तो लेफ्ट साइड पे आपको ट्रैक नजर आ जाएंगे, एक बार ट्रैक पकड़ लेंगे तो आसान हो जाएगा। नहीं सीधा जाके तो ट्रैक होगा। I want to do double J's, I want to do the Khorfakan tunnels. Yeah. You know the C2C, coast to coast? They do it every November. C2C? It's a company that does it. 200 kilometers from the coast of Sharjah, Mamzar, to the coast of Sharjah and Kalba. It's a very beautiful ride. 170 to 200 kilometers. So is there any registration fee? Yeah, it's like 500 dirhams. Oh. Because they have full support from the police. They have a breakfast at the end of it. You can even get a hotel stay over there. Like it's a proper, like full setup. You have to train for it. No, we can also organize stuff like that, right? So this is the company does it. We can do it ourselves if we have a support vehicle. Yeah. You know, but it's very difficult because 170, 200 kilometers on the highway. So it takes about 7 to 8 hours. We got started at like 5 a.m. and finish at 1, 2 p.m. It's a long ride. You know, if we plan like there is a minimum hours to complete the ride, and if we provide one medal and certificate, people will join. 100%. That's the thing I want to build up to. I want to slowly start getting more and more people active. And for them, റൈഡ് കഴിഞ്ഞ് തിരിച്ചെത്തി ഗൈസ്. കഴിഞ്ഞ തവണ 50 കിലോമീറ്റർ റൈഡ് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ 30 കിലോമീറ്റർ റൈഡ് ചെയ്ത് വളരെ ഈസി ആയി തോന്നുന്നു. അപ്പോൾ നമ്മൾ അതിനർത്ഥം നമ്മൾ എല്ലാ ദിവസവും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരോ ഡയപ്പർ ഇട്ട് ചോദിക്കണ്ട. ബോസ് നമുക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ എത്തിച്ചിട്ടുണ്ട്. I was cut in the morning by my wife.